ഹലോ എവ്രി വൺ. ഇതെൻ്റെ രണ്ടാമത്തെ വ്ളോഗാണ്. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് തോന്നുന്നത് കാര്യം ചെയ്യാം വീക്കെൻഡിലെ ക്ലീനിങ് പരിപാടി ഞാൻ കാണിക്കാമെന്ന്. ഈ വീക്കെൻഡിലാണ് മെയിൻ ആയിട്ടുള്ള ക്ലീനിങ് പരിപാടികൾ നടക്കുന്നത്. കഴിഞ്ഞ ആഴ്ച എനിക്ക് വയ്യായിരുന്നു, അത് കാരണം കുറച്ച് ഇരട്ടിപ്പണി ഉണ്ട് ഇത്തവണ. കഴിഞ്ഞ ആഴ്ച ആണെങ്കിൽ നാട്ടിൽ പോയപ്പോൾ ഉള്ള അലക്കാനുള്ള സാധനങ്ങളെല്ലാം കൂടെ ഞാൻ കെട്ടിപ്പറക്കി കൊണ്ടുപോയി. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും എല്ലാം നല്ല വൃത്തിക്ക്, കാരണം ഇവിടെ വാഷിംഗ് മെഷീൻ ഇല്ലാത്തതുകൊണ്ടേ അവിടെ നിന്ന് അലക്കി എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് ഒന്ന് തണുപ്പ് മാറ്റാൻ വേണ്ടിയിട്ട്, നാട്ടിൽ മഴയായ കാരണം തണുപ്പുണ്ടായിരുന്നു, തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് ഇട്ടിട്ട് ഇപ്പോഴാണ് ഒന്ന് മടക്കി വെക്കാനുള്ള സമയം കിട്ടിയത്. എന്തായാലും മടക്കി ഒതുക്കി ഞാൻ എന്തായാലും എടുത്ത് വെച്ചു. എല്ലാം യൂഷ്വലി അടുക്കി പെറുക്കി വെച്ചേക്കണ കാരണം എക്സ്ട്രാ ക്ലീനിങ് ഒന്നും ഷെൽഫിൽ ആവശ്യം വന്നില്ല, എങ്കിലും എല്ലാം തീർത്തു. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഡിന്നറാണ്. ഇത് ഞാൻ പയറുപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഒരു വീട്ടിൽ നിന്ന് പഠിച്ചങ്ങനെ തട്ടിക്കൂട്ട് പരിപാടി. ഇവിടെ വന്നതിന് ശേഷം നമുക്ക് വിസ്തരിച്ചുണ്ടാക്കാൻ പറ്റില്ല. കഞ്ഞിയായി, കുറച്ച് മോരും ഉണ്ടായിരുന്നു, പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു. ഇത് കൂട്ടി അങ്ങ് കഴിച്ചു. ഇത് കഴിക്കുമ്പോൾ സിനിമ കാണണം. പ്രത്യേകിച്ച് വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ എനിക്ക് സിനിമ കാണണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് എന്തെങ്കിലും മനസ്സിന് സുഖമായിട്ടുള്ള രീതിയിൽ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നാണെങ്കിൽ അമ്മ എന്നോട് കാണാൻ പറഞ്ഞ അഴിയാത്ത ബന്ധങ്ങൾ എന്ന് പറഞ്ഞിട്ട് മോഹൻലാലിന്റെ ഒരു പടം കാണാൻ പറഞ്ഞായിരുന്നു. അത് വെച്ചേക്കാന്ന് വെച്ചു. എനിക്ക് ഇഷ്ടമല്ലാത്ത പരിപാടി പാത്രം മൂറുക. എന്താ അറിയില്ല, എനിക്ക് എത്ര എന്താ പറയാ, എനിക്ക് നല്ല ദേഷ്യമുള്ള ഒരു പരിപാടിയാണ് പാത്രം മൂറ എന്ന് പറയുന്നത്. എന്താണ് കുറേ ഉണ്ടായിരുന്നു താനും. അതായത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല, ഒറ്റയ്ക്ക് ജീവിക്കില്ലേ. അങ്ങനെ പാത്രം പോണ പരിപാടി ഞങ്ങൾ തീർത്തു വെച്ചു. ഇനി മെയിൻ ആയിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് അടുക്കളയുടെ മറ്റേ സ്ലാബ് ക്ലീൻ ആക്കുന്ന പരിപാടിയാണ്. ഇൻഡക്ഷൻ കുക്ക് ടോപ്പാണ്. പക്ഷെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ കഞ്ഞി ഉണ്ടായി കഴിഞ്ഞാൽ കഞ്ഞിയുടെ മറ്റേ പ്രഷർ കുക്കറിൽ നിന്നുള്ള വെള്ളം വേണ്ടിട്ട് ആകെ വൃത്തികേട് ഉണ്ടാവും. ആ പോളും എല്ലാം തുടച്ച് വൃത്തിയാക്കണം. എല്ലാ ദിവസമുള്ള പരിപാടിയാണ്. എന്തായാലും ആ പരിപാടി തീർത്ത് വെച്ച് പിന്നെയാണ് മെയിനായിട്ടുള്ള അടിച്ചുവാരൽ. അടിച്ചുവാരൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, കുറേ പൊടിയുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച വയ്യാത്ത കാരണം ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറേ പൊടി ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെയാണെങ്കിൽ പൊടിക്കാറ്റ് വീശണം കാരണം നല്ലോണം പൊടി ഉണ്ടാവും. അതിനെ അടിച്ച് എല്ലാ സാധനവും പുറത്തെടുത്തിട്ട് തുടക്കേണ്ടി വന്നു. അടിച്ച് തുടച്ചാലേ വൃത്തിയാവുള്ളൂ. എല്ലാ സാധനവും കട്ടിലിൻ്റെയും ടേബിളിൻ്റെയും മുകളിൽ കയറ്റി വെച്ചിട്ടാണ് ഞാൻ കുറച്ച് വൃത്തിയാക്കിയത്. ഇനിയാണ് ഞാൻ കുറേ നാളായിട്ട് വിചാരിച്ചതാണ് ഈ ടേബിളിൽ ഈ സാധനം ഒന്ന് ഒതുക്കി വെക്കണം എന്നുള്ളത്. ഓരോ സാധനം കൊണ്ടുവരുമ്പോഴും ഞാൻ അതിനുള്ളിൽ ഇട്ടിട്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. ഇതിനുള്ളിലാണ് എൻ്റെ കളറിങ്ങിന്റെ സാധനങ്ങളും എല്ലാം ഉണ്ട്. ഞാൻ വലിയ രീതിയിൽ പടമൊന്നും വരയ്ക്കില്ല കേട്ടോ, പക്ഷെ ഈ കളർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഇത്തവണത്തെ ബർത്ത്ഡേക്ക് എനിക്ക് കളറിംഗ് ബുക്കാണ് വാങ്ങിച്ചത്. എൻ്റെ അമ്മ ചിരിച്ചതിനൊരു കണക്കില്ല. 25 വയസ്സായ ബർത്ത്ഡേക്കാണ് എനിക്ക് കളറിംഗ് ബുക്ക് കിട്ടണേന്ന്. അങ്ങനെ അങ്ങനെ കളർ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കിട്ടി. അതൊക്കെ വെച്ചിട്ട് അപ്പോൾ എൻ്റെ അനിയത്തി എനിക്ക് ക്രയോൺസ് തന്നിട്ടു, മറ്റേ ഓയിൽ പെയിന്റ് തന്നിട്ടു. അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഞാൻ അടുക്കി പെറുക്കി വെച്ചേക്കുന്ന സ്ഥലമാണ്. കളറിങ്ങിന്റെ സാധനങ്ങൾ മാത്രമല്ലാണ്ട് പിന്നെ ഇവിടെ ഇരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡോക്യുമെന്ററി മേക്കിങ്ങിന്റെ സാധനങ്ങളാണ്. അതായത് ഹെഡ്ഫോൺ, അതേപോലെ തന്നെ എൻ്റെ ഹാർഡ് ഡിസ്ക്, ഇതിലൊക്കെയാണ് എൻ്റെ എഡിറ്റിങ്ങിന്റെ സാധനങ്ങളൊക്കെ. എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. അതൊക്കെ വെക്കുന്നതും പിന്നെ അതേപോലെ തന്നെ എൻ്റെ സ്റ്റോറി ഐഡിയാസ് വെക്കുന്ന എൻ്റെ നോട്ട് പാഡ് ഉണ്ട്. അതേപോലെ തന്നെ എൻ്റെ ബഡ്ജറ്റ് ഞാൻ മാർക്ക് ചെയ്ത് വെക്കുന്ന നോട്ട് പാഡ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ പഠിക്കാനുള്ള കാര്യങ്ങളെ പറ്റി ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്ന നോട്ട് പാഡ് ഉണ്ട്. ഇതെല്ലാം അവിടെ ഒതുക്കി വെച്ചേക്കാണ്. ഇതവണ എന്തായാലും വൃത്തിയായി. പിന്നെ എൻ്റെ മറ്റേ സൗന്ദര്യദാനങ്ങളുടെയും എല്ലാത്തിൻ്റെയും ഒതുക്കി വെച്ച് കഴിഞ്ഞപ്പോൾ ആ പരിപാടിയും കഴിഞ്ഞു. ബെഡ് എനിക്ക് എസ്തറ്റിക് ആയിട്ടൊന്നും വെക്കാൻ പറ്റില്ല കേട്ടോ. പിൻട്രസ്റ്റ് മോഡലൊക്കെ ആക്കണം എന്ന് ആക്കുന്നുണ്ട്, പക്ഷെ കാശ് വരണ്ടേ. ഏൺ ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണത്. ഞാൻ സേവ് ചെയ്യുന്നുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് കാശ് ഉണ്ടാക്കിയിട്ടാവാം. പിന്നെ നല്ല അസല് ചൂടവിടെ, അത് കാരണം ക്യുൾട്ടും എടുത്ത് വെക്കാനുള്ള വയ്യ. അത് ഞാൻ എടുത്ത് മടക്കി വെച്ചു. ഇത് തന്നെ ഈ പുതപ്പന്നെ ധാരാളം, ഞാൻ ഉപയോഗിക്കാറന്നില്ല. അത് കഴിഞ്ഞാണ് ആലോചിച്ചത് ചുക്കുവെള്ളം ഉണ്ടാക്കി വെച്ചില്ല. വെള്ളം ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ തെണ്ടും. രാവിലെ നീറ്റ് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ഇവിടെ. അപ്പോൾ വെള്ളം കുപ്പി വാങ്ങേണ്ടി വരും. 2 ദിവസമായിട്ട് വെള്ളം കുപ്പിയാണ് വാങ്ങണേ. അപ്പം ഇത്തവണ വെള്ളം തിളപ്പിക്കാന്ന് വെച്ചിട്ട് അത് വെച്ചു. അപ്പം നാട്ടിലെ കാര്യങ്ങളൊക്കെ മിസ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ഞാൻ ചെയ്തേക്കുന്ന കാര്യമാണ്, ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് ചുക്കുവെള്ളത്തിന്റെ പൊടി കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതാകുമ്പോൾ അതിട്ടിട്ടെങ്കിലും എനിക്ക് ആ ഒരു ഇമോഷൻ ഞാൻ കീപ്പ് ചെയ്യാന്ന് വെച്ചു. വെള്ളം തിളച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ക്ലീനിങ് പരിപാടികളും എല്ലാം അങ്ങോട്ട് തീർത്തു, എല്ലാം ഒതുക്കി വെച്ച് നീ കിടന്നുറങ്ങാന്നുള്ള പ്ലാനിലാണ്. അതുകൊണ്ട് ശരി, എല്ലാവർക്കും ഗുഡ് നൈറ്റ്.